പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സഖ്യസാഹിതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് സഖ്യസാഹിതിയിൽ ഒരു കുട്ടിക്കഥയാവട്ടെ. ആരെഴുതിയ കഥയാണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? എം സീതാലക്ഷ്മി ടീച്ചർ. സീതാലക്ഷ്മി ടീച്ചർ കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി കഥകൾ എഴുതിയിട്ടുണ്ട്. ടീച്ചറുടെ കഥകളിലെ പ്രത്യേകതകൾ എന്തെന്നറിയാമോ? പ്രകൃതിയോട് കുട്ടികൾക്ക് അടുപ്പം വരുവാൻ വേണ്ടി, പ്രകൃതിയെ കുഞ്ഞുമക്കൾ സ്നേഹിക്കാൻ വേണ്ടി, പ്രകൃതിയെ അവർ ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടി, പ്രകൃതി ചൂഷണത്തെ അവർ വലുതാകുമ്പോൾ എതിർക്കാൻ വേണ്ടി, എല്ലാം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പ്രകൃതിയെ ആവാഹിച്ചു കൊണ്ടുവന്ന് വെക്കുന്നു ടീച്ചർ. അതാണ് ടീച്ചറുടെ കഥയിലെ പ്രത്യേകത. അത്തരത്തിലുള്ള ഒരു കഥയാണ് ഒരേപോലെയുള്ളവർ. നമുക്ക് കേൾക്കാം. അതിനു മുമ്പേ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും കഥ ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ തന്ന് സഖ്യസാഹിതിയുടെ കൂടെ നിൽക്കുകയും ചെയ്യുമല്ലോ, അല്ലേ? ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഒരേപോലെയുള്ളവർ. കുഞ്ഞുണ്ണിയും മാലുവും നീലുവും മുറ്റത്ത് കളിച്ചു തിമർക്കുകയാണ്. പെട്ടെന്നാണ് മാനത്ത് മഴക്കാർ കൂടിയതും തുള്ളിക്കൊരുകുടം വെള്ളവുമായി പുതുമഴ പാഞ്ഞെത്തിയതും. ഏട്ടാ, അത് നോക്കൂ, മഴയത്ത് ആരോ മാനത്ത് നിന്ന് വെള്ളാരങ്കലുകൾ താഴേക്കെറിയുന്നു, നീലു പറഞ്ഞു. എടി പൊട്ടി പെണ്ണേ, അത് ആലിപ്പഴമാ. മാലു നീലുവിന്റെ സംശയം തീർത്തുകൊടുത്തു. അതേ, അത് ചെറിയ മഞ്ഞുകെട്ടകളാണ്. കേട്ടാൽ എന്തോ പഴമാണെന്ന് തോന്നും. കുട്ടികൾ ആർത്തിയോടെ ആലിപ്പഴം പെറുക്കി കൂട്ടാൻ തുടങ്ങി. മഴ നനഞ്ഞുകൊണ്ടുള്ള ഇക്കളി അമ്മയെങ്ങാനും കാണുമോ? 3 പേർക്ക് നല്ല പേടിയുണ്ട്. ഞാനിപ്പോ വടിയും കൊണ്ടുവരുന്നുണ്ട്. അമ്മയുടെ ശബ്ദം കേട്ട് 3 പേരും കോലായിൽ കയറി. എന്തായാലും അന്ന് കുട്ടികൾക്ക് വളരെ ഉത്സാഹമായിരുന്നു. കാത്തുകാത്തിരുന്ന മഴ അങ്ങനെ വന്നെത്തിയിരിക്കുകയാണ്. അവരുടെ സന്തോഷത്തിന് പ്രത്യേക കാരണമുണ്ടായിരുന്നു. ചെടികളെല്ലാം വാടിക്കരിഞ്ഞു നിൽക്കുകയായിരുന്നു. ഈ മഴ അവയെല്ലാം കിളിർപ്പിക്കും. നമ്മുടെ മുല്ലവള്ളി ഇനി രക്ഷപ്പെടും, കുഞ്ഞുണ്ണി പറഞ്ഞു. കുട്ടികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കുട്ടികൾ പറയുന്ന മുല്ലവള്ളി അവരുടെ സ്വന്തം വീട്ടിലെ അല്ല, അടുത്തുള്ള വലിയ ബംഗ്ലാവിലെയാണ്. പക്ഷേ ആ ബംഗ്ലാവിന്റെ മുറ്റത്ത് നിൽക്കുന്ന ഓരോ ചെടികളും കുഞ്ഞുണ്ണിയുടെയും മാലുവിന്റെയും നീലുവിന്റെയും സ്വന്തം ചെടികൾ തന്നെയായിരുന്നു. അവിടെ എത്രയധികം ചെടികളാണ് അവർ സ്വന്തം വീട്ടുമുറ്റത്ത് വെച്ച ചെടികളെ പോലെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ആ വീട്ടിൽ ഇതിനു മുമ്പ് കുഞ്ഞുണ്ണിയുടെയും അനുജത്തിമാരുടെയും കൂട്ടുകാരനായ രാഹുലും കുടുംബവുമാണ് താമസിച്ചിരുന്നത്. രാഹുലിന്റെ അച്ഛനും അമ്മയും സ്ഥലം മാറിപ്പോകുമ്പോൾ വീട്ടുടമസ്ഥൻ വേറെ താമസക്കാരെ അവിടെ പാർപ്പിച്ചിരിക്കുകയാണ്. രാഹുലും കുടുംബവും വളരെ നന്നായിട്ടാണ് അയൽക്കാരോട് പെരുമാറിയിരുന്നത്. എന്നാൽ പുതിയ താമസക്കാർ അത്തരക്കാരല്ല. അവർ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. വളരെ അകലം പാലിക്കുന്നു. കുട്ടികളുടെ അച്ഛൻ അകലെയുള്ള ഒരു ഫാമിൽ ജോലി ചെയ്യുകയാണ്. അവിടെ നല്ല ഇനം ചെടികൾ വരുമ്പോൾ ഉടമസ്ഥന്റെ അനുവാദത്തിൽ പൂച്ചെടികളും ഫലവൃക്ഷച്ചെടികളും എല്ലാം കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കും. പലർക്കും കൊടുക്കുകയും ചെയ്യും. അങ്ങനെ രാഹുലിന്റെ വീട്ടിലും പല ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ രാഹുൽ താമസിച്ചിരുന്ന ബംഗ്ലാവിലെ ചെടികൾക്ക് വെള്ളമൊഴിക്കാനും മറ്റും രാഹുലിനോടൊപ്പം കുഞ്ഞുണ്ണിയും മാലുവും നീലുവും കൂടുമായിരുന്നു. അങ്ങനെ ചെടികളെല്ലാം നല്ല ആരോഗ്യത്തോടെ വളരുമ്പോഴാണ് രാഹുലിന്റെ വീട്ടുകാർക്ക് സ്ഥലം മാറ്റം ദൂരേക്ക് വന്നത്. അവർക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. പോകുമ്പോൾ ചെടികളെ നന്നായി സംരക്ഷിക്കണമെന്ന് അവർ നിർദ്ദേശിച്ചിരുന്നു. അവർ പറഞ്ഞില്ലെങ്കിലും കുഞ്ഞുണ്ണിയും സഹോദരിമാരും ചെടികളെ നന്നായി നോക്കുകയും ചെയ്യും. വീട് പൂട്ടിപ്പോകുമ്പോൾ രാഹുലിന് വല്ലാത്ത വിഷമമായിരുന്നു. അടുത്ത വെക്കേഷന് വരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. പുതിയ താമസക്കാർ ഉടനെ തന്നെ വന്നുവെങ്കിലും അവർ സദാസമയവും ഗേറ്റ് പൂട്ടിയിടും. ചെടികളെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. കുട്ടികൾക്ക് വല്ലാത്ത വിഷമമായി. വെള്ളമില്ലാതെ കരിഞ്ഞു നിൽക്കുന്ന ചെടികളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരുതി ഒരു ദിവസം കുഞ്ഞുണ്ണി ബംഗ്ലാവിന്റെ പടിക്കൽ ചെന്ന് വിളിച്ചു ചോദിച്ചു, ഗേറ്റ് ഒന്ന് തുറന്നു തരാമോ? ഞങ്ങൾ ഈ ചെടികളെ നനച്ചോട്ടെ. വീട്ടുടമസ്ഥനെന്ന് തോന്നിക്കുന്ന ഒരു മധ്യവയസ്കൻ പുറത്തു വന്നു. ഇവിടെ ചെടി നനയ്ക്കൊന്നും വേണ്ട, പോ 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 പോ. അയാൾ അവജ്ഞയോടെ കുട്ടികളെ ആട്ടി ഓടിച്ചു. കുഞ്ഞുണ്ണി വല്ലാതെ നിരാശനായി. അത് കണ്ട് മാലുവും നീലുവും ഒരു ഉപായം കണ്ടുപിടിച്ചു. കുഞ്ഞുണ്ണിക്കും അതിഷ്ടായി.
കുട്ടികൾ 3 പേരും കൂടി തുളവീണ ഒരു പഴയ വള്ളിയുള്ള പെയിന്റ് പാത്രം സംഘടിപ്പിച്ചു. അതിൽ വെള്ളം നിറച്ച് കാലിളകിയ സ്റ്റൂളിന്മേൽ കയറി നിന്ന് മതിലിനപ്പുറത്തേക്ക് വെള്ളം ഒഴിക്കാൻ ശ്രമിച്ചു. മാലു സ്റ്റൂൾ പിടിച്ചു നിന്നു. അമ്മ വരുന്നുണ്ടോ എന്നറിയാനായി നീലുവിനെ കാവൽ നിർത്തി. അമ്മ കണ്ടാൽ അടി ഉറപ്പ്. പക്ഷെ ഭാഗ്യത്തിന് അമ്മ കണ്ടില്ല. കുട്ടികൾ ദിവസവും ഇതൊരു പതിവാക്കി. കുട്ടികൾ പഴയതുപോലെ, ചെടികൾ പഴയതുപോലെ കിളിർക്കാൻ തുടങ്ങി. കുട്ടികളുടെ മനസ്സും അതുപോലെ തളിർക്കാൻ തുടങ്ങി. വീട്ടുകാർ ജോലിക്ക് പോകുമ്പോഴാണ് ഈ കുസൃതികളൊക്കെ ഒപ്പിച്ചത്. മാത്രമല്ല, കുഞ്ഞുണ്ണി പൊത്തിപ്പിടിച്ച് മതിലിനപ്പുറത്ത് കടന്ന് നനയ്ക്കുകയും തുടങ്ങി. പക്ഷേ ഒരു ദിവസം പിടിക്കപ്പെട്ടു. ചെടികൾ നനയ്ക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായി വീട്ടുകാരെത്തി. കുഞ്ഞുണ്ണി മതിലു ചാടി പുറത്തു കടക്കുമ്പോഴേക്കും ഗൃഹനാഥൻ വന്ന് കുഞ്ഞുണ്ണിയുടെ ചെവിക്ക് പിടിച്ചു. ആരെടാ ഇതിനകത്ത് കയറാൻ പറഞ്ഞത്? ഇവിടുത്തെ ചക്കയും മാങ്ങയും ഒക്കെ കട്ടുമുടിക്കാൻ വന്നതല്ലേ? അയാൾ ആക്രോശിച്ചു. വല്ലാതെ വേദനിച്ചു കുട്ടികൾക്ക്. അമ്മയും അച്ഛനും അറിഞ്ഞാൽ എന്തു ചെയ്യും? അവർ പെട്ടെന്ന് ഗേറ്റിൽ കൂടി പുറത്തു കടന്നു. ഭാഗ്യത്തിന് അമ്മ കണ്ടില്ല. പക്ഷേ കുട്ടികൾക്ക് വല്ലാത്ത മനപ്രയാസമായി. ചെടികൾ വീണ്ടും വെയിലേറ്റ് കരിഞ്ഞുണങ്ങുമല്ലോ. അങ്ങനെ പ്രയാസപ്പെട്ട് ഇരിക്കുമ്പോഴാണ് മണ്ണിന്റെ ദാഹം തീർക്കാനായി പുതുമഴ വന്നെത്തിയത്. ഭൂമിക്ക് സന്തോഷമായി. ചെടികൾക്കും കിളികൾക്കും കുട്ടികൾക്കും കൃഷിക്കാർക്കും ഒക്കെ സന്തോഷമായി. ചെടികളൊക്കെ ഇനി വളരും. അപ്പുറത്തെ ബംഗ്ലാവിലെ ചെടികൾ ഇനി വാടില്ല. കുഞ്ഞുണ്ണി മാലുവിനോടും നീലുവിനോടും പറഞ്ഞു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. നല്ല മഴയായിരുന്നു. ഒരു ദിവസം കുട്ടികൾ മഴയത്ത് ചാടി കളിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞുണ്ണിയുടെ മുതുകത്ത് ആരോ തട്ടി വിളിക്കുന്നത് പോലെ തോന്നി. പക്ഷെ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. എടി മാലു, ആരായി എന്റെ മേലിൽ തട്ടി വിളിക്കുന്നത്? മാലു നോക്കിയിട്ട് ആരെയും കണ്ടില്ല. നീലുവും നോക്കിയിട്ട് ആരെയും കണ്ടില്ല. ഇതെന്തു മറിമായം? കുട്ടികൾക്ക് അത്ഭുതമായി. കുഞ്ഞുണ്ണിയുടെ അനുഭവം മറ്റു 2 പേർക്കുമുണ്ടായി. അപ്പോഴാണ് അവർ ആ അത്ഭുതം കണ്ടത്. കുട്ടികൾ അരുമയായി നട്ടുവളർത്തിയ ബംഗ്ലാവിലെ മുല്ലവള്ളി മതിലിൽ പടർന്ന് കയറി തലനീട്ടി നിൽക്കുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് തങ്ങളെ തലോടുന്നു. കാറ്റുപോലുമില്ല. വള്ളി സ്വയം തലയാട്ടുന്നു. കുഞ്ഞുണ്ണിയുടെയും മാലുവിനെയും നീലുവിനെയും അത് മാറി മാറി തലോടുന്നു. കുട്ടികൾ ആ വള്ളിയെ മാറോട് ചേർത്തണച്ചു. മുത്തം നൽകി. അവർക്ക് സന്തോഷമായി. എങ്കിലും ഈ മുല്ലവള്ളി ഞങ്ങളെ തിരഞ്ഞെത്തിയല്ലോ. അവർ ആഹ്ലാദത്തിമർപ്പിൽ സ്വയം മതിമറന്ന് തുള്ളിച്ചാടി. അപ്പോഴേക്കും മഴയും താളനിബദ്ധമായി പെയ്തുകൊണ്ടിരുന്നു. ചെടികളും മഴത്തുള്ളികളേറ്റ് ചാഞ്ചാടി. പ്രകൃതി ആനന്ദത്താൽ മതിമറന്നു പതുക്കെ മന്ത്രിച്ചു. ഈ ചെടികളും കുട്ടികളും പൂമ്പാറ്റകളും തുമ്പികളും എല്ലാം ഒരുപോലെ നിഷ്കളങ്കരാണല്ലോ. ഈ ചെടികളും കുട്ടികളും പൂമ്പാറ്റകളും തുമ്പികളും എല്ലാം ഒരുപോലെ നിഷ്കളങ്കരാണല്ലോ. അതെ, അതാണ് ശരി അല്ലേ കൂട്ടുകാരെ? അപ്പോൾ ഇനി അടുത്തൊരു ദിവസം മറ്റൊരു കുട്ടിക്കഥയുമായി നമുക്ക് കാണാം.